നമുക്ക് സായ്കുമാറിലേക്ക് കൂടി പോകാം. സായ്കുമാർ, അല്പം മുൻപാണ് ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുന്നത്. ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കയർ ഉപയോഗിച്ച് ഇതിന് മുകളിലേക്ക് കയറി പോയിട്ടുമുണ്ട്. അതേതായാലും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇതൊന്നും മതിയാവില്ല. ഇവരെ താഴേക്ക് ഇറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. മറ്റൊരു ക്രെയിൻ എത്തിച്ചുകൊണ്ട് ഇവരെ ഇറക്കുക എന്നുള്ളതായിരിക്കണം ഇനി അടുത്ത ലക്ഷ്യമെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും വിനീഷ്, ഏകദേശം 120 അടിയോളം ഉയരമുള്ള ഒരു ക്രെയിനിലാണ് ഈ സ്കൈ ഡൈനിങ് നടക്കുന്നത്. അവിടെയാണ് ഇത് കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും. കാരണം വടം കെട്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് പോയി ഓരോരാളെ താഴെ ഇറക്കേണ്ടി വരും. ഇപ്പോൾ ഏകദേശം 8 പേർ 9 പേരാണ് ഉള്ളതെങ്കിൽ 9 തവണ ഇങ്ങനെ പോകേണ്ടി വരും. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന രീതിയിലുള്ളൊരു ശ്രമം കൂടിയുണ്ട്. കാരണം ഇത് ചെറിയ കുട്ടികൾ, 2 ചെറിയ കുട്ടികൾ കൂടി ഇതിനകത്ത് ഉണ്ട്. അങ്ങനെ 5 വിനോദസഞ്ചാരികളാണ് കുടുങ്ങിയിട്ടുള്ളത്. ജീവനക്കാർ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അവരെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിനുവേണ്ട നടപടിക്രമങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അവിടെയുള്ള ഈ ജീവനക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമകളോ അല്ല ബന്ധപ്പെട്ടത്. ഈ വാർത്തയറിഞ്ഞ് അവർ തന്നെ നേരിട്ട് രക്ഷാപ്രവർത്തനത്തിലേക്ക് വരികയായിരുന്നു. അപ്പോഴും ജീവനക്കാർ പറയുന്നത് ഈ സാങ്കേതിക തകരാർ ഞങ്ങൾ തന്നെ പരിഹരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇത്രയും വൈകിച്ചത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. അത് പരിഹരിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു സ്കൈ ഡൈനിങ് അവിടെ പ്രവർത്തിക്കുന്നത് ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് എന്ന് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. പക്ഷേ അതിനുശേഷവും അത് ഒരു പ്രശ്നവുമില്ലാതെ അവിടെ തുടർന്നു. ദിനേന നിരവധി വിനോദസഞ്ചാരികൾ എത്തി അവിടെ ഇതിൽ കയറുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. എങ്ങനെയാണ് അത് അവിടെ ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള അന്വേഷണവും നടപടികളും ഒക്കെ ഇനിയുള്ള സമയത്ത് വരേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക, താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതിനാണിപ്പോൾ എത്തിയിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വടം കെട്ടി മുകളിൽ കയറി ഓരോരാളെയായി താഴെ ഇറക്കുന്നത്. അതിൽ തന്നെ ഈ ചെറിയ കുട്ടികളെ അടക്കം എങ്ങനെ താഴെ ഇറക്കും? അതൊരു ദുഷ്കരമായ സമയമെടുത്തുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരിക്കും അങ്ങനെയെങ്കിൽ. അഥവാ ക്രെയിൻ ഉപയോഗിച്ച് ഇതിപ്പോൾ 120 അടി എന്ന് പറയുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ക്രെയിൻ തന്നെ അവിടേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതല്പം ദൂരെ, ഇടുക്കിയിൽ നിന്ന് അല്പം മാറിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ യന്ത്രസാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതും സമയം കൂടുതലെടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വടം ഉപയോഗിച്ച് അതിന് മുകളിൽ കയറി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏകദേശം 5 വിനോദസഞ്ചാരികളാണ് ഈ അർത്ഥത്തിൽ 2 മണിക്കൂറായി ആനച്ചാലിലെ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വടത്തിലൂടെ മുകളിലേക്ക് കയറി ഇവരെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങളാണ്. ഇത് നല്ല ചൂടൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ്. ഇത്രയധികം സമയമായി ഈ ആളുകൾ അവിടെ താഴേക്ക് ഇറങ്ങാൻ കഴിയാതെ കഴിയുന്നു എന്നുള്ളത് തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ പ്രശ്നങ്ങളില്ലാതെ അവരെ താഴെ ഇറക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഈ സാങ്കേതിക പ്രശ്നം ഞങ്ങൾ തന്നെ പരിഹരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് 2 മണിക്കൂർ സമയം അവിടെയുള്ള ആളുകൾ ഇപ്പോൾ അത് പ്രധാനപ്പെട്ട സമയം പാഴാക്കിയെന്ന് വേണം പറയാൻ. ഈ കുടുങ്ങിയ സമയത്ത് തന്നെ ഈ രക്ഷാപ്രവർത്തകരെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ, അവരെ ആ സ്ഥലത്ത് എത്തിച്ചിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ ഈ മുഴുവൻ ആളുകളെയും നമുക്ക് പുറത്തെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച. അതിൻ്റെ അടക്കം നടപടികൾ ഒരുപക്ഷെ അവർ നേരിടേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ ആളുകളെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതിന് കഠിന പ്രയത്നം ഒരിക്കൽ കൂടി രാഹുലിലേക്ക് പോവുകയാണ്. രാഹുൽ, ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എന്താണ്? മറ്റൊരു ക്രെയിൻ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ്? അതിനുള്ള നീക്കങ്ങൾ, അതായത് മറ്റൊരു ക്രെയിൻ കൊണ്ടുവരാൻ എന്നുള്ള ആ ഒരു നീക്കങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ ഇപ്പോൾ? വിനേഷ്, മറ്റൊരു ക്രെയിൻ കൊണ്ടുവരണമെങ്കിൽ, ഇതിന് സമാനമായ ക്രെയിൻ കൊണ്ടുവരണമെങ്കിൽ കോതമംഗലത്തു നിന്നോ തൊടുപുഴയിൽ നിന്നോ ക്രെയിൻ എത്തിക്കണം. അതിനൊക്കെ മണിക്കൂറുകൾ നീളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപകടകരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത്. അതിൽ ഫയർഫോഴ്സ് പറയുന്നത് ഈ ക്രെയിനിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നുണ്ട്. പക്ഷെ അത് സൂക്ഷ്മമായി ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇത് ഹൈഡ്രോളിക് സംവിധാനമാണ്, അത് പെട്ടെന്ന് താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മമായി തന്നെയാണ് ഈ പ്രശ്നം, ക്രെയിനിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നത്. വേഗത്തിൽ അത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ആ ക്രെയിൻ താഴേക്ക് പതിക്കാൻ, അതായത് ഈ സംവിധാനം താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അപകട സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം, അതിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ആ ക്രെയിനിന്റെ അതിലൂടെ വടം ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുകളിൽ കയറിയ ശേഷം ഇതൊക്കെ ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട്, സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആണ് അവർ ഈ കസേരയിൽ, ഈ ചെയറിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ മാറ്റിയ ശേഷം വേണം താഴേക്ക് ഇറക്കാൻ. അതിനെന്തായാലും കുറച്ചുകൂടി സമയം എടുക്കും എന്ന കാര്യം തന്നെയാണ് പറയുന്നത്. അതിന് പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത് 150ഓളം അടി ഉയരത്തിലാണ്.
അതാണ് 150 അടിയോളം ഉയരത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മറ്റൊരു ക്രെയിൻ കൊണ്ടുവരിക എന്ന് പറയുന്നതും അത്ര എളുപ്പമല്ല. ഇതിനോടകം തന്നെ 2-2.5 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോൾ ഇനിയൊരു മറ്റൊരു ട്രെയിൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചിലപ്പോൾ കോതമംഗലത്ത് നിന്നൊക്കെ എത്തേണ്ടതുണ്ട്. മണിക്കൂറുകൾ പിന്നെയും എടുക്കും. 1.5 മണി മുതൽ അവിടെ മുകളിൽ ഇരിക്കുകയാണ് ഈ 5 പേർ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയതാണ് അല്പം ഒരു ആശ്വാസമായി ഉള്ളത്. ഇതിൻ്റെ സാങ്കേതിക തകരാറ് പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം എന്നുള്ളത്. പക്ഷേ അവിടെ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൈഡ്രോളിക് സംവിധാനമൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ശരിയായ രീതിയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ വളരെ പെട്ടെന്ന് ഇത് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ആശങ്കാപൂർണ്ണമായും ഒഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിലും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ഈ സ്കൈ ഡൈനിങ് പ്രവർത്തിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ എന്നുള്ള റിപ്പോർട്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നതാണ്. സായികുമാർ, ഇങ്ങനെയൊരു റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിൽ ആരായിരുന്നു നടപടി എടുക്കേണ്ടിയിരുന്നത്? എങ്ങനെയാണ് ഇത്രയും നാൾ പിന്നെ ഈ ഒരു സംവിധാനം അവിടെ പ്രവർത്തിച്ചത്? തീർച്ചയായും വിനേഷ്, അതിൽ ഇനി കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണ്ടതാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് സാധാരണ ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. എല്ലാ ഒരിക്കൽ കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീഷിലേക്ക് പോവുകയാണ്. പ്രതീഷ് സ്ഥലത്ത് ഉണ്ടല്ലോ, പക്ഷേ പറഞ്ഞതുപോലെ അത്ര കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് തോന്നുന്നു. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മുകളിലേക്ക് പോയി കയറി പോകുന്നത് കണ്ടിരുന്നു. പക്ഷേ എങ്ങനെയായിരിക്കും ഇനി ഇവരെ താഴേക്ക് ഇറക്കുക? അല്ല, നിലവില് കൃത്യമായി തന്നെ 2 ടീം ഫയർഫോഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യമായി ഞാനിപ്പോ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരോടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ വളരെ സുരക്ഷിതമായി തന്നെ 5 പേര് ഒരാൾ സ്റ്റാഫും ചേർന്ന് 5 പേരാണ് മുകളിലുള്ളത്. അവരെ കൃത്യമായി തന്നെ താഴേക്ക് ഇറക്കാൻ കഴിയുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ധൃതി പിടിച്ച് ഇറക്കുക എന്നുള്ളതല്ല, അവരെ സുരക്ഷിതമായി ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ആശങ്കയുടെയും കാര്യമില്ല. കൃത്യമായി തന്നെ നമുക്ക് അവരെ വളരെ സുരക്ഷിതമായി അതാണ് നമുക്ക് വേണ്ടത്. അവരെ സുരക്ഷിതമായി താഴെ ഇറക്കി എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. മലയാളികൾ ഒന്നടങ്കം അത് നോക്കിക്കൊണ്ടേയിരിക്കുകയുമാണ്. പക്ഷേ നമുക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഏത് രീതിയിൽ താഴെ ഇറക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ വടം ഉപയോഗിച്ച് താഴേക്ക് ഇറക്കുക എന്നുള്ളത് അത്ര എളുപ്പമാണോ? അതുപോലെ തന്നെ ഇതിന്റെ സാങ്കേതിക തകരാർ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതാണോ? ഇനിയിപ്പോൾ മറ്റൊരു ക്രെയിൻ കൊണ്ടുവരിക, എന്തൊക്കെ കാര്യങ്ങളാണ് ആലോചിക്കുന്നത് ശരിക്ക്? അല്ല, അങ്ങനെ മറ്റൊരു ക്രെയിൻ കൊണ്ടുവന്ന് അതല്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഫയർഫോഴ്സ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നെറ്റും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് ഇറക്കാൻ വേണ്ടി കഴിയും. പ്രതീക്ഷ, ഈ മുകളിലുള്ള ആളുകളുണ്ടല്ലോ, ഈ 4 പേരാണ് പ്രധാനമായി വിനോദസഞ്ചാരികൾ എന്ന് പറയുന്നത്. അവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതിൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അവർ എവിടെ നിന്ന് വന്നവരാണ്? അവര് അതിനെക്കുറിച്ച് വരില്ല. അവർ വിനോദസഞ്ചാരികളാണ്. അവര് 4 പേരാണ് മുകളിലുള്ളത്. അപ്പോൾ ഉടൻ തന്നെ കുട്ടികളെ വളരെ സുരക്ഷിതമായി തന്നെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള നെറ്റും സേഫ്റ്റി ബെൽറ്റോട് ചേർന്നുള്ള നെറ്റും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ താഴേക്ക് ഇറക്കാൻ വേണ്ടി കഴിയും.